Good morning, my dears. Today our next topic is consumers equilibrium. Then നമ്മൾ പ്രീവിയസ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഞാനിപ്പോൾ ഈ ക്ലാസ് ഷെയർ ചെയ്യുന്നത്. Then what is meant by consumers equilibrium? Equilibrium means a position of rest. That is, it is a state of no change. A consumer would be in equilibrium when he or she does not want a change from his or her existing situation. Naturally, this would be a position of maximum satisfaction. That is, consumers equilibrium may be defined as the position of maximum satisfaction. ശരിക്കും പറയുകയാണെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കുന്ന ഒരു പൊസിഷനെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. കൺസ്യൂമർ ഹൂ കൺസ്യൂം ദ പ്രോഡക്റ്റ്, ദാറ്റ് പേഴ്സൺ ഈസ് കോൾഡ് ആസ് കൺസ്യൂമർ. ആരാണോ പ്രൊഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്യൂമർ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു പൊസിഷൻ വെച്ചാൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന പൈസയും അതേപോലെ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലും ഒരേപോലെയാവുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്നാണ് അതിൻ്റെ മീനിങ്. ദറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ദറ്റ് ഈസ് consumers equilibrium may be defined as the position of maximum satisfaction. The position of maximum satisfaction. Then how does the consumer reach the equilibrium position? അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും ഈ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇപ്പം നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ദറ്റ് പോയിന്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയാം. അതേസമയം തന്നെ നമ്മൾ എന്താ പറയുന്നത്, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മേ ബി ഡിഫൈൻഡ് ആസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റിനെയാണ് നമ്മൾ എന്താ പറയുക, ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. ഹൗ ഡസ് ദ കൺസ്യൂമർ റീച്ച് ദ ഇക്വിലിബ്രിയം പൊസിഷൻ? എങ്ങനെയാണ് ഈ കൺസ്യൂമർ ഒരു ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ്, എങ്ങനെയാണ്, ഏതൊക്കെ സിറ്റുവേഷനാണ് ഒരു കൺസ്യൂമർ, നമുക്കറിയാം. ലെറ്റ് us try to study this by taking the case of hypothetical consumer consuming free good, an economic good and a combination of goods. നമുക്ക് വേണമെങ്കിൽ ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ മനസ്സിലാക്കാനായിട്ട് നമുക്ക് എങ്ങനെ ട്രൈ ചെയ്യാം, മൂന്ന് തരത്തിൽ നമുക്ക് അതിനൊരു ഹൈപ്പോത്തീസ് സെറ്റ് ചെയ്യാം. ദെൻ ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ കൺസ്യൂമിങ് എ ഫ്രീ ഗുഡ്, ആൻ എക്കണോമിക് ഗുഡ് ആൻഡ് ഓൾസോ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. അതായത് മൂന്ന് തരത്തിലാണ് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പറയുന്നത് കൺസ്യൂമിങ് എ ഫ്രീ ഗുഡ്. ഒരു കൺസ്യൂമർ ഫ്രീ ആയിട്ടൊരു ഗുഡ്സ് ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്, എപ്പോഴായിരിക്കും അദ്ദേഹം ഒരു ഏതിലെത്താം, ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്തുക എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഈസ് ആൻ എക്കണോമിക് ഗുഡ്സ്. അതായത് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഉണ്ടാക്കാവുന്ന കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്താണ്. ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്, അതായത് പൈസ കൊടുത്ത് തന്നെ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും. അപ്പോൾ മൂന്ന് തരത്തിലാണ് നമ്മളതിൻ്റെ കൺസ്യൂമറിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ അറിയുന്നത്. അപ്പോൾ എന്താ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്? എന്താ, ഇറ്റ് ഈസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ടു എ കൺസ്യൂമർ. ഒരു കൺസ്യൂമർക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പൊസിഷനെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് മൂന്ന് തരത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്: കൺസ്യൂമിങ് എ ഫ്രീ ഗുഡ്സ്, ആൻ എക്കണോമിക് ഗുഡ് ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ്. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്. A free good is a good that is available without paying the price. That is, take the case of, then അവിടെ എ ഫ്രീ ഗുഡ് എന്ന് പറയുമ്പോൾ ദറ്റ് ഈസ് അവൈലബിൾ വിത്തൗട്ട് പേയിങ് എ പ്രൈസ്. ഒരു പ്രൈസും കൊടുക്കാതെ തന്നെ നമുക്ക് കിട്ടുന്ന ഗുഡ്സിനെയാണ് നമ്മളുടെ ഫ്രീ ഗുഡ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ കൺസംഷൻ ദ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഓപ്പറേറ്റ്സ്. മാർജിനൽ യൂട്ടിലിറ്റി വിൽ ഫോൾ, might even become negative. A rational consumer will stop consumption when a marginal utility becomes zero. Further increase in consumption will lead to disutility. That is, therefore we can say that the case of free good, consumers equilibrium is at the point where marginal utility is equal to സീറോ. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഡക്റ്റുകളും, നമുക്ക് വെള്ളം, ദെൻ എയർ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അവിടെ എപ്പോഴാണ് നമ്മളൊരു സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ്, ഒരു ഇക്വിലിബ്രിയം പോയിന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യം 1 ഗ്ലാസ് വെള്ളം കുടിച്ചു, 2 ഗ്ലാസ് വെള്ളം കുടിച്ചു, 3 ഗ്ലാസ് വെള്ളം കുടിച്ചു, കണ്ടോ, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യത്തിൽ നമുക്ക് മാക്സിമം ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്ന പോയിന്റ്. അവിടെ നമ്മൾ ഇക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തുന്നത്, ഇക്വിലിബ്രിയം ഈസ് എ പോയിന്റ് വെർ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു 0. നമുക്ക് മൂന്ന് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം കേട്ടോ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഒന്നുകിൽ ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്. കണ്ടോ, ഫസ്റ്റ് പോയിന്റ് ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്.
ഫ്രീ ഗുഡ്സിൻ്റെ കേസിൽ നമുക്ക് രണ്ട് തരത്തിൽ എക്സാമ്പിൾ കൊടുക്കാം. ഒന്ന് എയറോ വാട്ടർ എക്സാമ്പിളായിട്ട് എടുക്കാം. വാട്ടർ എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്താൻ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇക്വിലിബ്രിയം ഈസ് എ പോയിന്റ് വെൻ മാർജിൻ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു 0. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 0. മാർജിനൽ യൂട്ടിലിറ്റി അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും നമുക്ക് കിട്ടുന്ന അഡീഷണൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്താ പറയുക മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഈ മാർജിനൽ യൂട്ടിലിറ്റി എപ്പോഴാണോ 0 ആയിട്ട് മാറുന്നത് ആ ഒരു പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ദെൻ ഇവിടെ നമ്മൾ ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്സിൻ്റെ കേസിൽ ഒരു എക്സാമ്പിൾ നോക്കാം. യൂണിറ്റ് ഓഫ് എക്സ്, ദെൻ മാർജിനൽ യൂണിറ്റ് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കും തോറും കണ്ടോ 1 2 3 4 5 നമ്മളിവിടെ എഴുതി എന്ത് യൂണിറ്റ് ഓഫ് എക്സ് കൺസംഷൻ ഓഫ് എക്സ്. ഇവിടെ എക്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 1 ഗ്ലാസ് ഓഫ് വാട്ടർ. ദെൻ അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 12 7 3 0 -4 ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ മനസ്സിലായത്? ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡിൻ്റെ കേസിൽ വാട്ടർ കൺസ്യൂം ചെയ്യാന്ന് പറയുമ്പോൾ നന്നായിട്ട് ദാഹിക്കുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് 12 ആണ്. ദെൻ നെക്സ്റ്റ് ടൈം നമ്മൾ രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത്രമാത്രം സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, കാരണം ഓൾറെഡി നമ്മളത് ഫില്ലായിട്ടുണ്ട്. ദെൻ അഗെയിൻ നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അത് ഡിക്രീസ് ചെയ്യും. ആദ്യം കിട്ടിയിട്ടുള്ള അത്ര സാറ്റിസ്ഫാക്ഷൻ സെക്കൻഡ് വണ്ണിൽ നമുക്ക് കിട്ടുന്നില്ല. ദെൻ അത് 7 ആയിട്ട് മാറാണ്. തേർഡ് യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് ഗ്ലാസ് വാട്ടർ നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റി 0 ആയിട്ട് മാറി. ഇതാണ് നമ്മുടെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് യൂണിറ്റ് അല്ലെങ്കിൽ ഫിഫ്ത്ത് ഗ്ലാസ് ഓഫ് വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് ഫിഗറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഇവിടെ നമുക്ക് ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്സിൻ്റെ കേസിലെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം is at the point where marginal utility will become 0. ബി പോയിന്റ് കറക്റ്റ് ആയിട്ടുണ്ട്. മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 0. ഇവിടെ എങ്ങനെയാണ് മനസ്സിലായിരിക്കുന്നത്? എങ്ങനെയാണ് ഫ്രീ ഗുഡ്സിൻ്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയാണ് എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുക. അപ്പോൾ എന്താ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം? കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദെൻ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മേ ബി ഡിഫൈൻഡ് ആസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ഒരു കൺസ്യൂമർക്ക് കിട്ടുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ ഇക്വിലിബ്രിയം ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, നമ്മളിപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, ഇനി കൂടുതൽ വാങ്ങിക്കുന്നില്ല കുറവ് വാങ്ങിക്കുന്നില്ല എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന പോയിന്റിനെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മേ ബി ഡിഫൈൻഡ് ആസ് ദ പൊസിഷൻ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. ദെൻ ഈ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? 3 തരത്തിലാണ് കമ്മോഡിറ്റീസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ദെൻ കമ്മോഡിറ്റി വിൽ ബിക്കം ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്സ്, അവിടെ ഗുഡ്സ് സാധനങ്ങൾ എന്ന് പറയുന്നത് ഫ്രീ ആയിരിക്കാം. രണ്ടാമത് പറയുന്ന ഒരു പോയിന്റിലെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ്. എക്കണോമിക് ഗുഡ് എന്ന് പറയുമ്പോൾ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന കേസിലാണെങ്കിൽ അതിന് മോസ്റ്റ് ഓഫ് ദി ഗുഡ്സ് കൺസ്യൂംസ് ആർ എക്കണോമിക് ഗുഡ്സ്. പൈസ കൊടുത്തിട്ടായിരിക്കും നമ്മൾ മെജോറിറ്റി സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ടാവുക. തേർഡ് കേസിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് 2 or more ഗുഡ്സ്. ഇനി കോമ്പിനേഷൻ ഓഫ് 2 or more കൺസ്യൂമർ ഗുഡ്സ് തന്നെ 2 or more ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്? അപ്പോൾ ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായി, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്സ്. സെക്കൻഡ് കേസിലെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ്. ദെൻ ഫസ്റ്റ് കേസിൽ ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ് ആണെങ്കിൽ നമുക്ക് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ അവിടെ എന്താ പറയുക? ദെൻ a consumer consumes more and more of a commodity. Every additional unit gives him lesser and lesser satisfaction. അതാണ് നമ്മൾ ഏതിൽ പഠിച്ചിരിക്കുന്നത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി.
പഠിച്ചിരിക്കുന്നത്. ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും കൺസ്യൂമറുടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറഞ്ഞു വരുന്നു എന്ന് പറയുന്നതാണ് അവിടെ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഏത് കേസിൽ അപ്ലൈ ചെയ്യുന്നത്? ദെൻ ഫസ്റ്റ് കേസായിട്ടുള്ള ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ്സിൻ്റെ കേസിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ ഓരോ അഡീഷണൽ യൂണിറ്റും കൂടുതൽ ഉപയോഗിക്കും തോറും മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കണ്ടോ? ദെൻ യൂണിറ്റ് 1, യൂണിറ്റ് 2, യൂണിറ്റ് 3, യൂണിറ്റ് 4, യൂണിറ്റ് 5 ഓരോ അഡീഷണൽ യൂണിറ്റും കൂടുതൽ ഉപയോഗിക്കും തോറും അവിടെ മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് അറ്റ് ദ പോയിന്റ് വേർ മാർജിനൽ യൂട്ടിലിറ്റി വിൽ ബിക്കം 0. ഇനി സെക്കൻഡ് കേസിലേക്ക് കടക്കാം. മോസ്റ്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് ആൻ എക്കണോമിക് ഗുഡ്. കൺസ്യൂമർ ഇക്വിലിബ്രിയം എക്കണോമിക് ഗുഡ്സ് ആണെങ്കിൽ, ഇത് എക്കണോമിക് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ്, in the case of economic goods, in the case of economic good, then avade most of the goods that we consume are economic goods, that is we pay a price to get those goods. avade endana economic goods ennu parayanulla kaaranam endha? That is we pay a price to get those goods. അത്തരം പ്രോഡക്റ്റുകൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് വാങ്ങിക്കാം. ഇപ്പം നമ്മൾ ഒരു ബുക്ക് വാങ്ങി, ആ ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ എന്തായിരിക്കും? നമ്മൾ കൊടുക്കുന്ന പൈസയും ആ പ്രോഡക്റ്റ്. ഒരു പെന്ന് വാങ്ങുന്നുണ്ട്, ഒരു പെന്ന് വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയും ആ പെന്നിൻ്റെ യൂട്ടിലിറ്റിയും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുക അല്ലേ? അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഏത് പൊസിഷനിലാണ് നമുക്കതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. Therefore, a consumption of economic goods involve a comparison between the utility from those goods and their prices. അത്തരം സിറ്റുവേഷനിൽ നമ്മൾ എന്താ മനസ്സിലാക്കുക? കൺസംഷൻ ഓഫ് എക്കണോമിക് ഗുഡ്സ് ഇൻവോൾവ്സ് എ കമ്പാരിസൺ ബിറ്റ്വീൻ ദ യൂട്ടിലിറ്റി ഫ്രം ദോസ് ഗുഡ്സ് ആൻഡ് ദെയർ പ്രൈസസ്. അവിടെ നമ്മൾ കമ്പയർ ചെയ്യുന്ന പോയിൻറ്റ്സ് എന്താണ്? യൂട്ടിലിറ്റിയും അതേപോലെ തന്നെ പ്രൈസും. നമ്മളൊരു പേന വാങ്ങിക്കാനായിട്ട് 10 രൂപ കൊടുത്തുകൊണ്ട് ഒരു പേന വാങ്ങിക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന പൈസയും അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലും, അവിടെ നമുക്ക് കിട്ടുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് അവിടെ എന്ത് പറയുന്നത്? സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ ലോങ് ആസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഫ്രം എ ഗുഡ് ഈസ് ഗ്രേറ്റർ ദാൻ the price paid for it, it is consumer would increase consumption of that goods. അവിടെ so long the marginal utility from a good is greater than the price paid for it. നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാളും കൂടുതലായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ, നമ്മൾ 10 രൂപ കൊടുക്കുന്നു, നമുക്ക് സന്തോഷം 15 രൂപ, 10നേക്കാൾ കൂടെ 20 രൂപ കൊടുത്താൽ കിട്ടുന്ന സന്തോഷമാണ് നമുക്ക് 10 രൂപ കൊടുത്തപ്പോൾ കിട്ടിയിരുന്നത്. അപ്പോൾ എന്താണ്? നമ്മളൊരു പൈസ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ലഭ്യമാവുന്നുണ്ടെങ്കിൽ, then അത്തരം സിറ്റുവേഷനിൽ ഇറ്റ് ഈസ് ഇൻക്രീസ് ദ കൺസംഷൻ ഓഫ് ഗുഡ്സ്. അറ്റ് ദ പോയിന്റ് വെർ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് വി വുഡ് ബി ഇൻ ഇക്വിലിബ്രിയം. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ്. ഇവിടെ കമ്പയർ ചെയ്യുന്നത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ്. മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ്. പ്രൈസുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതിൻ്റെ യൂട്ടിലിറ്റിയും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വലൈസ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ ദാറ്റ് പോയിൻ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സിൻ്റെ കേസിൽ എന്താ പറഞ്ഞിരിക്കണേ? വി പേ എ പ്രൈസ് ടു ദോസ് ഗുഡ്സ്. അതായത് നമ്മൾ പൈസ കൊടുത്തൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്ന പൈസയും നമുക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വലൈസ് ചെയ്യുക എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ദ മാർജിനൽ യൂട്ടിലിറ്റി നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം. അറ്റ് ദ പോയിന്റ് വേർ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് വി വുഡ് ബി ഇൻ ദ ഇക്വിലിബ്രിയം. മാർജിനൽ യൂട്ടിലിറ്റിയും അതേപോലെ തന്നെ പ്രൈസും ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റിനെ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാം. ഇഫ് ഹി കൺസ്യൂംസ് ദ ഗുഡ് ബിയോണ്ട് ദിസ് പോയിന്റ്, the marginal utility will be less than the price paid for it. Then പിന്നെയും ഇഫ് ഹി കൺസ്യൂംസ് ഗുഡ് ബിയോണ്ട് ദിസ് പോയിന്റ്, ഈ പോയിന്റിന് അപ്പുറത്തേക്ക് നമ്മളത് കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി വുഡ് ബി ലെസ് ദാൻ ദ പ്രൈസ് പെയ്ഡ് ഫോർ ഇറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ വീണ്ടും ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കും തോറും എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും പൈസ കൊടുക്കുന്നു, പക്ഷേ നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി കുറയും. ഇഫ് ദ കൺസ്യൂമർ ഈസ് റേഷണൽ ഹി വുഡ് നോട്ട് ഡു ദാറ്റ്. റേഷണൽ കൺസ്യൂമർ ആണെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല? അങ്ങനെ ചെയ്യില്ല. ഇപ്പം നമ്മൾ പറയുന്ന പോലെ ഒരു ജ്യൂസ് കുടിച്ചു, 2 ജ്യൂസ് കുടിച്ചു, 3 ജ്യൂസ് കുടിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ വീണ്ടും നമ്മൾ അഡീഷണൽ
യൂണിറ്റ് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും അതേ പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരിക. അതേ പ്രൈസ് കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യത്തെ ഗ്ലാസ് ജ്യൂസ് കുടിച്ചിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ മൂന്നാമത്തെ ഗ്ലാസ് കുടിക്കുമ്പോൾ കിട്ടുന്നില്ല, സാറ്റിസ്ഫാക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്. വീണ്ടും അതേ പ്രൈസിൽ തന്നെ വീണ്ടും നമ്മളത് കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം സിറ്റുവേഷനിൽ ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഒരു റേഷണൽ കൺസ്യൂമർ ആണെങ്കിൽ അത് തീർച്ചയായിട്ടും അതെന്ത് ചെയ്യും, അത് ബോദർ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവിടെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ കുറയുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ ആ ഒരു പോയിന്റിന് നമുക്ക് ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ സാറ്റിസ്ഫാക്ഷനും അതായത് മാർജിനൽ യൂട്ടിലിറ്റിയും പ്രൈസും ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് എന്ത് പറയാം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയാം. ലെറ്റ് us take an example. Suppose the price of a commodity X is rupees 6 per unit. Let us make an assumption that 1 joule of utility is equal to 1. ഇവിടെ നമുക്ക് പറയുന്നത് ഓരോ യൂണിറ്റും 1 joule of utility is given to 6 രൂപയുടെ പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കുന്നത്. ദെൻ അവിടെ പറയുന്നുണ്ട് ദറ്റ് ഈസ് സപ്പോസ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി എക്സ് ഈസ് rupees 6 per unit. ഒരു യൂണിറ്റിന് 6 രൂപയാണ്. Then let us make an assumption that 1 joule of utility is equal to ₹1. അതായത് 1 രൂപയ്ക്ക് 1 യൂട്ടിലിറ്റി, 2 രൂപയ്ക്ക് 2 യൂട്ടിലിറ്റി, 3 രൂപയ്ക്ക് 3 യൂട്ടിലിറ്റി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. ദറ്റ് ഈസ് ₹1 ഈസ് ഈക്വൽ ടു 1 joule of utility. Then the consumer would increase this consumption long as marginal utility is greater than the price. He will be equilibrium when the marginal utility is equal to price. ഇവിടെ നമുക്ക് marginal utility is equal to price. ഇവിടെ നോക്കാം, അദ്ദേഹം വാങ്ങിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് യൂണിറ്റ് ഓഫ് എക്സ്, മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്. ദെൻ ഇവിടെ 1 2 3 4 5 6 ഇങ്ങനെ പ്രോഡക്റ്റ് വാങ്ങിച്ചു പോവാണ്. ദെൻ ഇവിടെ 10 8 10 8 6 4 2 0. ദെൻ ഇവിടെ റുപ്പി എന്ന് പറയുന്നത് റുപ്പീസ് ഈക്വൽ ടു 1. കണ്ടോ, 1 പെർ യൂണിറ്റ്. ഒരു യൂണിറ്റിന് ₹6 പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് 6 രൂപയാണ്. ദെൻ ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു 0. കണ്ടോ, മാർജിനൽ യൂട്ടിലിറ്റി ഇവിടെ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്ന പോയിൻ്റാണ്. മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസ് എന്ന് പറയുന്ന പോയിന്റിൽ ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് 3 യൂണിറ്റ് ഉപയോഗിച്ചപ്പോഴേക്കും മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 6 ആയിട്ട് മാറിയിട്ടുണ്ട്. അവിടെ ബെസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് എന്ന് പറയുന്ന പോയിന്റ് ഏതാണ്, 3 to 6 എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ്. അവിടെ യൂട്ടിലിറ്റി മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിനും നമ്മൾ എന്താ പറയുന്നു, 6 രൂപ കൊടുത്തിട്ടാണ് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ദെൻ അവിടെ 1 രൂപയ്ക്ക് 1 യൂട്ടിലിറ്റി, 2 രൂപയ്ക്ക് 2 യൂട്ടിലിറ്റി, 3 രൂപയ്ക്ക്, അങ്ങനെ ഒരു കാർഡിനൽ നമ്പേഴ്സ് ഇട്ട് നോക്കുകയാണ്. ഇത് ശരിക്കും ഒരു ഹൈപ്പോത്തറ്റിക്കലാണ്, ഇമാജിനറി ആണ്. എപ്പോഴും നമുക്കത് അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിൽ കൂടെ നമ്മളിത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ടെക്നിക്കാണെന്ന് മാത്രം. അപ്പോൾ ഇവിടെ 6 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതെങ്കിൽ യൂട്ടിലിറ്റി കണക്കാക്കുന്നത് 1 യൂട്ടിലിറ്റി വേണ്ട 1 യൂട്ടിൽ എന്ന് പറയുന്നത് ₹1, 1 രൂപ കൂടുതൽ 1 യൂട്ടിലിറ്റി 2 രൂപ. ദെൻ അങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുന്നത്. ദെൻ ഇവിടെ ഓരോ അഡീഷണൽ യൂണിറ്റും 1 2 3 4 5 ഓരോ അഡീഷണൽ യൂണിറ്റ് ഉപയോഗിക്കും തോറും മാർജിനൽ യൂട്ടിലിറ്റി എന്തായിക്കൊണ്ടിരിക്കുകയാണ്, മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്യുന്നു. മാർജിനൽ യൂട്ടിലിറ്റി 10 8 6 4 2 എന്ന് പറയുന്ന രീതിയിലേക്ക് മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ യൂട്ടിലിറ്റി 6 ആണ്. ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സിൻ്റെ കേസിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ്. മാർജിനൽ യൂട്ടിലിറ്റി പ്രൈസുമായിട്ട് ഈക്വലൈസ് ചെയ്യുന്ന പോയിന്റ് ഏതാണോ ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ആസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ദെൻ from the example worked out earlier, we can now derive the general principle of consumers equilibrium. The general principle can be stated as marginal utility of a product divided by marginal utility of a price. That is equal to 1. Marginal utility of a price divided by its price is equal to marginal utility of a rupee. ഇങ്ങനെ നമുക്കറിയാം, ജനറൽ ആയിട്ട് നമുക്ക് ആ പ്രിൻസിപ്പിളിലേക്ക് എത്താം. ദെൻ ഈക്വൽ ടു 1, അതായത് മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്നുണ്ട്. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഡിവൈഡഡ് ബൈ പ്രൈസ് ഈസ് ഈക്വൽ ടു 1. ഇങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറി, ദറ്റ് ഈസ് ദ പോയിന്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം.
അപ്പോൾ 3 തരത്തിലാണ് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ഫസ്റ്റ് പോയിന്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് ഫ്രീ ഗുഡ് ആൻഡ് സെക്കൻഡ് കേസ് ഈസ് ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ്. എക്കണോമിക് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? എക്കണോമിക് ഗുഡ്സിൻ്റെ കേസിലാണെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ഈക്വൽ ടു പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റിയും ഈക്വലൈസ് ചെയ്യുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഓക്കെ. തേർഡ് വൺ ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് 2 or more ഗുഡ്സ്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഇൻ ദ കേസ് ഓഫ് 2 or more ഗുഡ്സ്. ഇപ്പം നമ്മൾ എക്കണോമിക് ഗുഡ്സ് തന്നെയാണ്, പക്ഷേ തേർഡ് കേസിലെ ഇൻ ദ കേസ് ഓഫ് 2 or more ഗുഡ്സ്. 2 or more ഗുഡ്സ്. ഈ 3 പോയിന്റിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ തേർഡ് കോൺസെപ്റ്റ് ഇതാണ്. ഇൻ ദ കേസ് ഓഫ് എക്കണോമിക് ഗുഡ്സ് ഈസ് ദാറ്റ് ഈസ് 2 or more ഗുഡ്സ്. ദെൻ ഇവിടെ നമുക്ക് പറയാൻ എന്താ, റിയൽ ലൈഫ് ഒരു കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർ മെനി ഗുഡ്സ്. നമ്മൾ ഒരു പേന വാങ്ങി അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് മാത്രമല്ല, ഒരേ സമയം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ ആ കൺസ്യൂമർക്ക് ഉണ്ടാകാവുന്ന സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക. അവിടെ ഇൻ ദ കേസ് ഓഫ് ഇൻ ദ റിയൽ ലൈഫ് കൺസ്യൂംസ് മെനി ഗുഡ്സ്. സോ വെൻ the consumers be in the equilibrium, if the consumers many goods, theoretically the consumer would be in the equilibrium when the proportionality rule is satisfied. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നൊരു ഫോർമുല എന്ന് പറയുന്നത് പ്രൊപ്പോർഷണാലിറ്റി റൂൾ ഈസ് സാറ്റിസ്ഫൈഡ്. ദ പ്രൊപ്പോർഷണാലിറ്റി റൂൾ സേസ് ദാറ്റ് റേഷ്യോ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ് വുഡ് ബി ദ സെയിം. അവിടെയും ദ റേഷ്യോ ബിറ്റ്വീൻ, അവിടെ എങ്ങനെയാണ് നമുക്ക് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലേക്ക് എത്തുക? ദ റേഷ്യോ ബിറ്റ്വീൻ marginal utility and its price. നോക്കാം, റേഷ്യോ ബിറ്റ്വീൻ മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് ഇറ്റ്സ് പ്രൈസ്. മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ പ്രൈസും തമ്മിലുള്ള ഒരു റേഷ്യോ ആണ് നമുക്ക് അവിടെ എന്ത് പറയുന്നത്. ദെൻ ആ സാറ്റിസ്ഫാക്ഷൻ ലെവൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദാറ്റ് ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയത്തിലെ ദ ലോ ഓഫ് എക്സ്പെരിമെന്റ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് നോൺ ആസ് ലോ ഓഫ് ഇക്യു മാർജിനൽ കോൺസെപ്റ്റ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ദ ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അവിടെ ഇക്യു മാർജിനൽ കോൺസെപ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, ഇക്യു മാർജിനൽ കോൺസെപ്റ്റിൽ ഏതൊരു പോയിന്റ് എടുക്കുകയാണെങ്കിലും അതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം സാറ്റിസ്ഫാക്ഷൻ, അതായത് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നു, ബി എന്ന് പറയുന്ന, അപ്പോൾ പെന്ന് വാങ്ങിക്കുന്നു, പെൻസിൽ വാങ്ങിക്കുന്നു, ഇറേസർ വാങ്ങിക്കുന്നു, ബുക്ക് വാങ്ങിക്കുന്നു, ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കുകയാണ്. ഈ ഒരുപാട് ഐറ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യും തോറും നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഓരോ കമ്മോഡിറ്റി വാങ്ങിക്കുമ്പോഴും കിട്ടാകാവുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടാണ് നമുക്ക് എന്ത് ടോട്ടൽ കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ക്ലിയർ ആയിട്ടുണ്ട്? അവിടെ നമ്മൾ മാർജിനൽ യൂട്ടിലിറ്റിയും അതേപോലെ തന്നെ പ്രൈസും തമ്മിലാണ് കമ്പയർ ചെയ്യുക. ദെൻ ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ്, കണ്ടോ, ഇക്വിലിബ്രിയം കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എ ഈസ് ഈക്വൽ ടു മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ബി ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ബി. ദെൻ ദാറ്റ് വൺ ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് സി ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് സി. ഇങ്ങനെയാണ് ഓരോ കമ്മോഡിറ്റീസിൻ്റെയും മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ പ്രൈസും തമ്മിൽ ഈക്വലൈസ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അവിടെ മാക്സിമം പോയിന്റ് വരിക. ദാറ്റ് ഈസ് എ പോയിന്റ് ഈസ് 1 എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരിക. അപ്പോൾ ഇങ്ങനെയാണ്. ദെൻ ആൻസർ ഈസ് 1. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഈ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം മനസ്സിലാക്കാനായിട്ട് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് എ is equal to marginal utility of B divided by price of B is equal to marginal utility of C divided by price of C is equal to 1. അവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആയിരിക്കും. അപ്പോൾ ഓരോ പ്രോഡക്റ്റിൻ്റെയും മാർജിനൽ യൂട്ടിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അതും അതിൻ്റെ പ്രൈസുമായി കമ്പയർ ചെയ്തുകൊണ്ട് ആൻസർ 1 ആണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, ദെൻ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്താം. ദെൻ ദാറ്റ് കോൺസെപ്റ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ലോ ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓർ ദി ലോ ഓഫ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. അതിന് നമുക്ക് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഹെഡിങ് കൺസ്യൂമേഴ്സ് സർപ്ലസ്. നെക്സ്റ്റ് ടോപ്പിക് ഈസ്, ഇനി എന്താണ് കൺസ്യൂമർ സർപ്ലസ് എന്നുള്ളതാണ്. കൺസ്യൂമർ സർപ്ലസ്. ഞാനിവിടെ കൺസ്യൂമർ സർപ്ലസിലെ വട്ട് ഈസ് മീൻ ബൈ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോൾ
then consumer surplus is equal to potential price minus actual price. ഇപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് കൺസ്യൂമേഴ്സിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനാണ്, ദാറ്റ് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് പറയുമ്പോൾ ബിയോണ്ട് ദ എക്സ്പെക്റ്റേഷൻ അല്ലേ, നമ്മൾ കൊടുക്കുന്ന പൈസയേക്കാളും കൂടുതൽ മൂല്യമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ, ദാറ്റ് ഇറ്റ്സ് ക്രിയേറ്റ്സ് സർപ്ലസ്. അതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. 10 രൂപ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്കൊരു 50 രൂപയുടെ സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നതെങ്കിൽ ബിയോണ്ട് ദ പ്രൈസ്, കണ്ടോ അതിൻ്റെ അപ്പുറത്തേക്കാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഈസ് ബിയോണ്ട് ദ പ്രൈസ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് കൺസ്യൂമർ സർപ്ലസ്. അതായത് മിക്കവാറും ഈ കൺസ്യൂമർ സർപ്ലസ് എക്കണോമിക്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അപ്ലിക്കേഷൻ ലെവലും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ദെൻ അവിടെയൊക്കെ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു, അവിടെ നമ്മൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. നമുക്ക് 100 രൂപ കൊടുത്തു പോലും നമ്മളത് വാങ്ങിക്കാനായിട്ട് തയ്യാറായിരുന്നു, പക്ഷെ 10 രൂപയാണ് ആ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സർപ്ലസ് എന്ന് പറയുന്നത് എത്രയാണ്, 90. അത്രയേ ഉള്ളൂ എന്ത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോൾ കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു consumers surplus is equal to എന്താ consumer surplus is equal to beyond the expectation എന്ന് പറയുമ്പോൾ potential price minus actual price that is potential price നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി നമ്മൾ കൊടുത്തിരിക്കുന്നത്, then surplus is equal to 80. 100 minus 20, that is equal to 80, that is consumer surplus. Then what is the definition or meaning of consumer surplus? According to Alfred Marshall, the excess of price which he would be willing to pay rather than go with the thing over that which he actually does pay is the economic measure of the surplus satisfaction. It may be called consumer surplus. Samuelson described consumer surplus as follows: there is always a gap between total welfare and total economic value. Total welfare total economic value തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വെൽഫെയർ ആൻഡ് എക്കണോമിക് വാല്യൂ. ദിസ് ഗ്യാപ്പ് ഈസ് എ നേച്ചർ ഓഫ് സർപ്ലസ് വിച്ച് കൺസ്യൂമർ ഗെറ്റ്സ് ബിക്കോസ് ഹി ഓൾവേസ് റിസീവ്സ് മോർ ദാൻ ഹി പേയ്സ്. ദറ്റ് ഈസ് consumer surplus can also be seen that the difference between potential price and the actual price, നമ്മൾ കൊടുക്കാൻ തയ്യാറാവുന്ന പ്രൈസും ആക്ച്വലി നമുക്ക് ആ പ്രൊഡക്റ്റിന് വേണ്ടി വരുന്ന പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ആക്ച്വൽ പ്രൈസ് ഈസ് ദ പ്രൈസ് ദാറ്റ് ഹി ആക്ച്വലി പേയ്സ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു ഓഫ് ദ കൺസ്യൂമർ സർപ്ലസ് പൊട്ടൻഷ്യൽ പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്, ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കൺസ്യൂമർ സർപ്ലസ്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്താ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദി അസംഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്? എങ്ങനെ നമുക്ക് ശരിക്കും ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? അതിനെന്തെങ്കിലും അസംഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ, മാർഷൽ ഡെവലപ്ഡ് ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഓൺ ദി ബേസിസ് ഓഫ് ദി ഫോളോയിങ് അസംഷൻ. അവിടെ നമുക്ക് ചില അസംഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. ഫസ്റ്റ് പോയിന്റ് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി കണ്ടോ, മാർജിനൽ എങ്ങനെയാണ് അതിൻ്റെ അസംഷൻസ് എന്ന് പറയുന്നത്. അസംഷൻസ് marginal utility of money is constant. Marginal utility of money is constant. അതായത് പലപ്പോഴും യൂട്ടിലിറ്റി ഇങ്ങനെ നമ്മളൊരു അസംഷനാണ്, ഇങ്ങനെയാണെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ ആ കോൺസെപ്റ്റ്. എപ്പോഴും ഈ സർപ്ലസും ഇതൊക്കെ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഇമാജിനറി കോൺസെപ്റ്റ് തന്നെയാണ്. ദെൻ അവിടെ മാർജിനൽ യൂട്ടിലിറ്റി കൺസ്യൂമേഴ്സ് സർപ്ലസ് ഈസ് മെഷർഡ് വിത്ത് മണി. എ മെഷറിംഗ് റോഡ് ഹാസ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ടു ദ കൺസ്യൂമർ ഈസ് ദെയർഫോർ അസ്യൂംഡ് ടു റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് സോ വെൻ ദ മണി സ്പെൻഡ് ഓൺ പർച്ചേസിംഗ് കമ്മോഡിറ്റീസ് ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദി കൺസ്യൂമേഴ്സ് ടോട്ടൽ ഇൻകം. അതായത് നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് നമ്മുടെ കൺസ്യൂമർ ഇൻകത്തിലെ ഒരു ചെറിയ ഫ്രാക്ഷൻ മാത്രം ചെലവഴിക്കുന്ന സിറ്റുവേഷനിലാണ് നമുക്കത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ സെക്കൻഡ് കേസിൽ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം വയ്ക്കാനായിട്ട്
അതിന് പകരം അത് ഉപയോഗിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ യൂട്ടിലിറ്റി മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് കമ്മോഡിറ്റി ഇൻ ക്വസ്റ്റൻ ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. മറ്റൊരു പ്രോഡക്റ്റ് കൂടെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, ദറ്റ് ഈസ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ കമ്മോഡിറ്റി ഇൻ ക്വസ്റ്റൻ ഹാസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ തേർഡ് പോയിന്റിൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? യൂട്ടിലിറ്റി മെഷർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. ദ തിയറി ഈസ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് കാർഡിനലി വിത്ത് ദ മെഷറിംഗ് റോഡ് ഓഫ് മണി. Moreover, it is assumed that utility of obtainable from one good is absolutely independent of the utility from other goods. And then fourth point is taste and income remain constant. It is assumed that the consumer's income and his taste and preference remain unchanged. അതായത് കൺസ്യൂമറുടെ ഇൻകം ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിരിക്കാം. ചില അസംഷൻസിന് ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ഈ പറയുന്ന അപ്പോൾ കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കണമെങ്കിൽ ചില അസംഷൻസ് ഉണ്ട്. അസംഷൻസിലൊന്നും എന്താ? അസംഷൻസ് ഇങ്ങനെയാണെങ്കിലാണ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഫസ്റ്റ് വൺ ഈസ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എ മണി ഈസ് കോൺസ്റ്റൻറ്റ്. മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അവിടെ നമുക്ക് എന്ത് ഉണ്ടാവാനായിട്ട് പാടില്ല? നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. പകരം വെക്കാനായിട്ട് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, പകരം വേറൊരു പ്രൊഡക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് ഉണ്ടാവരുത്. നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ദെൻ തേർഡ് പോയിന്റിൽ യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. നമുക്ക് കാർഡിനൽ നമ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് 1 യൂട്ടിൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ദെൻ 1 rupee it gives 1 utility, 2 rupees it gives 2 utility, 3 rupees it gives 3 utility എന്നൊക്കെ പറയുന്ന പോലെ കാർഡിനൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് യൂട്ടിലിറ്റി മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കണം. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടേസ്റ്റ് ഓഫ് ദ ഇൻകം റിമെയിൻ അൺചേഞ്ച്ഡ്. ടേസ്റ്റ് മാറാനായിട്ട് പാടില്ല. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് റിമെയിൻ കോൺസ്റ്റൻ്റ്. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുമ്പോൾ ദെൻ അവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ കൺസ്യൂമേഴ്സാണ്. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്? ദെൻ സാറ്റിസ്ഫാക്ഷൻ ഈസ് ബിയോണ്ട് ഇറ്റ്സ് പ്രൈസ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് പോയിൻ്റെയാണ് നമ്മൾ എന്താ പറയുക? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയാം. അപ്പോൾ ഈ കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കാൻ എങ്ങനെയാണ്? കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ പ്രൈസ്. നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൈസും ആക്ച്വൽ പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളോട് എന്താ പറയുക? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. നമ്മൾ 100 രൂപ കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷേ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 20 rupees ഉള്ളൂ. ദെർഫോർ ദ കൺസ്യൂമർ സർപ്ലസ്, കൺസ്യൂമറിന് കിട്ടിയിട്ടുള്ള സർപ്ലസ് എന്ന് പറയുന്നത് 80 rupees ആണ്. ദെൻ ഇങ്ങനെ ആവണമെങ്കിൽ ചില അസംഷൻസ് ഉണ്ട്. ഇതെങ്ങനെയാണ് അപ്ലിക്കബിൾ ആവുക? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് കോൺസ്റ്റൻറ്റ്, നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആയിരിക്കുന്ന സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ? ദെൻ കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഇവിടെ എക്സ്പ്ലനേഷൻ ഓഫ് ദ ലോ പറയുന്നുണ്ട്. ദെൻ ഇവിടെ ഈ കൺസ്യൂമർ സർപ്ലസിൽ ഇതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 150 രൂപ പോലും കൊടുത്ത്, ഇപ്പോൾ ഒരു കോളേജ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വാങ്ങിക്കുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് 150 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കാനായിട്ട് നമ്മൾ തയ്യാറാണ്. ആക്ച്വലി ചിലപ്പോൾ നമുക്കൊരു 100 രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആവാം. അതായത് ബൾക്കായിട്ട് ഓർഡർ കിട്ടുമ്പോൾ, ബൾക്കായിട്ട് കുട്ടികൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ദെൻ അവിടെ എന്ത് ചെയ്യും? ബൾക്ക് പ്രൊഡക്ഷൻ വരും, അല്ലേ? വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. വോളിയൂം ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതരം കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്യും. കോസ്റ്റ് പെർ യൂണിറ്റ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസ്യൂമർക്ക്, ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 150 രൂപയ്ക്ക് കിട്ടേണ്ട ബുക്ക് 100 രൂപയ്ക്ക് അവൈലബിൾ ആവും. തീർച്ചയായിട്ടും അവരുടെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് 150 രൂപയാണ്, പക്ഷേ 100 രൂപയ്ക്ക് ആ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. 50 rupees ആണ് കൺസ്യൂമറിന് കിട്ടിയിരിക്കുന്ന സർപ്ലസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. Then in our real life we may purchase many units of particular commodity. The price that the consumer pays for its units of commodity will be the same, but the marginal utility will be declined with increasing the consumption. The excess of utilities that the consumer derives from different commodities over the actual price. ദെൻ ഇവിടെ നമുക്ക് കമ്പയർ ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റിൻ്റെ മാർജിനൽ യൂട്ടിലിറ്റിയും അതിൻ്റെ പ്രൈസും അതിൻ്റെ കൺസ്യൂമർ സർപ്ലസും ആണ് ഞാൻ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ പറയുന്നത് യൂണിറ്റ് ഓഫ് എഗ്സ്. ഇവിടെ യൂണിറ്റ് ഓഫ് എഗ്സ്
യൂണിറ്റ് ഓഫ് എക്സ് നോക്കാം. അതേസമയം മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് എക്സ്, marginal utility of x. Then next one is price of x, price of x. Then price of x. Then next one is consumer's surplus, consumer's surplus. Then ഇവിടെ യൂണിറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 2 3 4 5. മാർജിനൽ യൂട്ടിലിറ്റി ഓരോ പ്രൊഡക്റ്റും വാങ്ങിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി 10 8 6 4 2. പ്രൈസ് ഓഫ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് 2 രൂപയാണ്. ദെൻ ഇവിടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് 10 - 2 8 6 4 2 0. ഇതെങ്ങനെ മനസ്സിലായി? കൺസ്യൂമർ സർപ്ലസ് മാർജിനൽ യൂട്ടിലിറ്റി 10 ആണ്, പ്രൈസ് 2 ആണ്. 10 - 2 8 ആണ് കൺസ്യൂമർ സർപ്ലസ്. 8 - 2 ദറ്റ് ഈസ് 6. ഇങ്ങനെയാണ് നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക? ആ പ്രൊഡക്റ്റ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന യൂട്ടിലിറ്റി എത്രയാണ്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, ആ പ്രൈസും മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് പ്രൈസ് ഈസ് ഈക്വൽ ടു കൺസ്യൂമർ സർപ്ലസ്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. The next, the above table shows that the various commodities of utilities the consumer derives from the consumption of different unit of X. Here, he make an important assumption that 1 unit of utility is equal to 1 rupee. From the first unit of X, the consumer derives utility equal to 10. Then, but the price that he pays only 2, therefore 8 is the consumer surplus. 8 is the consumer surplus. Consumer surplus from second, third and fourth, fifth, etc. respectively. A rational consumer will consume only up to a 50 unit. ഇവിടെ 50 യൂണിറ്റ് എത്തുമ്പോഴേക്കും ഒരു റേഷണൽ കൺസ്യൂമർ കൺസംഷൻ നിർത്തും. 6ാമത്തെ യൂണിറ്റ് ഉപയോഗിക്കും തോറും അദ്ദേഹത്തിൻ്റെ സാറ്റിസ്ഫാക്ഷൻ 0 ആയിരിക്കും. ദെൻ -2 എന്ന് പറയുന്ന ഫിഗറിലേക്ക് അത് പോവുകയാണ് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മളവിടെ എന്ത് ചെയ്യും? മാക്സിമം അതിന് കൊടുക്കേണ്ട യൂട്ടിലിറ്റി അവിടെ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുക. Then if the consumer consumes 6 unit of the, he will derive 0 marginal utility from it while paying a price ₹2. A rational consumer will not do this. ഇതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനിൽ പ്രൈസും യൂട്ടിലിറ്റിയും തമ്മിൽ തന്നിട്ടുണ്ട്. ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ O R P that is A B Q. Then ഇവിടെ O എന്ന് പറയുന്നു, Q that is ഇവിടെ പ്രൈസ് ആൻഡ് യൂട്ടിലിറ്റി, പ്രൈസ് ആൻഡ് യൂട്ടിലിറ്റി. യൂട്ടിലിറ്റി ഇവിടെ ക്വാണ്ടിറ്റി. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്ര പ്രൈസ് 1 രൂപ 2 രൂപ. ദെൻ ഇവിടെ പ്രൈസ് ഫിക്സ് ചെയ്തു 6 എന്ന് പറയുന്ന പ്രൈസിൽ. ദെൻ ഇവിടെ എത്ര യൂണിറ്റ് വാങ്ങിക്കുന്നു, ഇത്രയും Q എന്ന് പറയുന്ന യൂട്ടിലിറ്റി. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഇവിടെ വരും ഇത്ര യൂട്ടിലിറ്റി വാങ്ങിക്കുള്ളൂ. ഇവിടെ 5 രൂപ 10 രൂപ 15 രൂപ 20 രൂപ 20 രൂപയ്ക്ക് 30 യൂണിറ്റ് വാങ്ങിക്കുന്നു. 10 20 30 ഇങ്ങനെ എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. ദെൻ എ ബി that is the point. വായിച്ച് നോക്കാം നമുക്കതിൽ. In this diagram, AB is the demand curve of the consumer. OR is the market price. The demand curve is also marginal utility curve. Since marginal utility declines with the increase in consumption, the price line is parallel to x-axis because of perfect competition. At the point P is the price and the marginal utility are equal. P is the price and the marginal utility are equal. OQ is the equilibrium quantity at the price OR. The consumer's total utility is OAPQ. OAPQ. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് ഇതാണ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് നമ്മളവിടെ മാർജിനൽ യൂട്ടിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഈ ഡിമാൻഡ് കർവിൽ OR എന്ന് പറയുന്ന പ്രൈസാണ്, OQ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റിയാണ്. ഈ OR അത് ഈ പ്രൈസ് ഇതേ പ്രൈസിൽ തന്നെയാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയതുകൊണ്ട് ഇതേ പ്രൈസിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഇവിടെ നമുക്കറിയാം ഓരോ അഡീഷണൽ യൂണിറ്റ് കൂടുതൽ വാങ്ങിക്കും തോറും അവിടെ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതാണ്. ദെൻ ഇവിടെ OQ എന്ന് പറയും, ഇതാണ് ഇതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്. OQ ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, OQ ഈസ് ദ ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, OR ഈസ് ദ ഇക്വിലിബ്രിയം പ്രൈസ്. ദ കൺസ്യൂമേഴ്സ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് OAPQ.
Then total price paid is ORPS, ORPQ. Therefore കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ARP ആയിരിക്കും, ARP ആയിരിക്കും. അതായത് ഇത്രയാണ് ഇവർ then അവിടെ that is the consumers total utility is OAPQ. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് OAPQവും അതേസമയം ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് ORPS എന്ന് പറയുന്നത് PQ ആണ്. അതായത് OAPQ എന്ന് പറയുന്നതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. കണ്ടോ, ടോട്ടൽ യൂട്ടിലിറ്റി മൈനസ് പ്രൈസ്. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് OAPQ. ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് ORPQ. ദെൻ ആൻസർ ഈസ് അതിന് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ദെൻ ARP. ആണോ, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. അതായത് ഇത്രയും OAPQ ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. പക്ഷേ പ്രൈസ് കൊടുത്തിരിക്കുന്നത് ORPQ, ഇത്രയാണ് അതിൻ്റെ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഈ ഷെയ്ഡഡ് ഏരിയ ആണ് അതിൻ്റെ കൺസ്യൂമർ സർപ്ലസ് ആയിട്ട് നമ്മൾ കണക്കാക്കാം. ദാറ്റ് ഈസ് OAPQ മൈനസ് ORPQ. ദെൻ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ദെൻ ഡിഫറൻസ് ഈസ് ARP, ദാറ്റ് ഈസ് ദ സർപ്ലസ് ഏരിയ. ആ ഏരിയയാണ് നമ്മൾ എന്താണ് കൺസ്യൂമേഴ്സ് സർപ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതിൻ്റെ ക്രിറ്റിസിസം എന്താണെന്നുള്ളതാണ്. ക്രിറ്റിസിസം ഓഫ് ദ ഡോക്ട്രിൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ്. ഇനി നമ്മൾ പറയുന്നത് ഇത് കൺസ്യൂമർ സർപ്ലസ് എല്ലായ്പ്പോഴും ശരിയാവുമോ, ഇതിനെന്തെങ്കിലും വിമർശനങ്ങളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വെച്ചാൽ ശരിയാണ്. കൺസ്യൂമർ സർപ്ലസ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. എപ്പോഴും നമുക്ക് കിട്ടുന്ന യൂട്ടിലിറ്റി അതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ എന്താണ് ഡിഫറൻസ് എന്ന് പറയുന്നത്? കൺസ്യൂമേഴ്സ് സർപ്ലസ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് ഒരു ഇമാജിനറി കോൺസെപ്റ്റാണ്. കൺസ്യൂമർ സർപ്ലസ് ഈസ് എ ഇമാജിനറി കോൺസെപ്റ്റ്. സെക്കൻഡ് വൺ ഈസ് മെഷർമെൻറ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ദറ്റ് ഈസ് ദ ക്രിറ്റിസിസം ഓഫ് ഡോക്ട്രിൻ ഓഫ് കൺസ്യൂമർ സർപ്ലസ്. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്ന ആ ടോപ്പിക്കിനുള്ള അതിൻ്റെ ക്രിറ്റിസിസം, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് അതിൻ്റെ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. കൺസ്യൂമർ സർപ്ലസ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. മെഷർമെൻറ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫിക്കൽട്ട്. എല്ലായ്പ്പോഴും നമുക്കത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫിക്കൽട്ട്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആർ അവൈലബിൾ. അവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല? കൺസ്യൂമർ സർപ്ലസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. നമ്മൾ ചില അസംഷൻസ് പറഞ്ഞിരുന്നു അല്ലേ, അവിടെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ അവിടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കണം, മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നെസസിറ്റീസ്. പലപ്പോഴും നെസസറി ഗുഡ്സിൻ്റെ കേസിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഏതൊക്കെയാണ് അതിന് പറയുന്ന പോയിൻ്റ് എന്താണ്? കൺസ്യൂമർ സർപ്ലസ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. മെഷർമെൻറ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫിക്കൽട്ട്. Substitutes are available. The marginal utility of money never remains constant. It is not applicable to necessaries. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലായ്പ്പോഴും നമുക്ക് കൺസ്യൂമർ സർപ്ലസ് ശരിയായിക്കോളുന്നില്ല. എന്താണ് ക്രിറ്റിസിസം? കൺസ്യൂമർ സർപ്ലസ് ഈസ് ആൻ ഇമാജിനറി കോൺസെപ്റ്റ്. അതൊരു ഇമാജിനറി കോൺസെപ്റ്റാണ്. മെഷർമെൻറ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഡിഫിക്കൽട്ട്. ഇത് മെഷർ ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. പൊട്ടൻഷ്യൽ പലരും ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ 100 രൂപ കൊടുക്കാൻ തയ്യാറാവാം, ബി എന്ന് പറയുന്ന ആൾ 60 രൂപ കൊടുക്കാനായിട്ടാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസാണ് അവിടെ കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും അത് കണക്കാക്കുക എന്ന് പറയുന്ന ഒരു ഡിഫിക്കൽട്ട് പ്രോസസ്സായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന മെഷർമെൻ്റ് ഒന്നും ശരിയായിക്കൊള്ളുന്നില്ല. ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി നെവർ റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ടു നെസസറീസ്. നെക്സ്റ്റ് ടോപ്പിക്, practical importance or application of consumer surplus. It is fact that consumers enjoy surplus satisfaction from many goods and services. Consumer surplus is fact. It has great practical significance and application. ഇവിടെ നമ്മൾ നോക്കേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സമയത്തും നമ്മൾ പറയുന്നുണ്ട് കൺസ്യൂമർ സർപ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടെ നമ്മൾ കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ച് പഠിക്കുന്നു. വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്? എന്തുകൊണ്ടാണ് അതിനൊരു ഇമ്പോർട്ടൻസ് ഉള്ളത്? വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഓർ ആപ്ലിക്കേഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്?
It is fact that consumers enjoy surplus satisfaction from many goods and services. Consumer surplus is a fact. കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നൊരു ഫാക്റ്റാണ്, ഒരു സത്യമാണ്. ഇറ്റ് ഹാസ് ഗ്രേറ്റ് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ്. അതിന് എന്താ പറയുക, പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. എന്തൊക്കെയാണ് അതിൻ്റെ ആവശ്യകത എന്ന് പറയാം. ഇറ്റ് ഹാൽസ് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. വാല്യൂ ഇൻ യൂസ്, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന വാല്യൂ അതിൻ്റെ എക്സ്ചേഞ്ച് വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് ഹെൽപ്ഫുൾ ഇൻ കമ്പയറിംഗ് ദി ഗെയിൻസ് ഫ്രം ദ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡിലൊക്കെ നമുക്ക് കൺസ്യൂമർ സർപ്ലസ് ഉള്ള പ്രോഡക്റ്റുകൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാർക്കറ്റബിലിറ്റി ഉണ്ടാവുള്ളൂ. യൂസ്ഫുൾ ടു ബിസിനസ്മാൻ ഒരുപാട് യൂസ്ഫുള്ളാണ്. ഹെൽപ്സ് ഇൻ കമ്പയറിംഗ് ലൊക്കേഷണൽ അഡ്വാൻറ്റേജ് ആൻഡ് ഓൾസോ അപ്ലിക്കേഷൻ ഇൻ പബ്ലിക് ഫിനാൻസ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറയാം നമുക്ക്. ഹെൽപ്സ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ വാല്യൂ ഇൻ യൂസ് ആൻഡ് വാല്യൂ ഇൻ എക്സ്ചേഞ്ച്. Consumer surplus is useful in explaining the distinction between value in use and exchange value. That means commodities like salt and matchbox have greater value in use but low value in exchange. Therefore, there is a high level of consumer surplus in these goods. അതായത് ഒരു നെസസറി ഐറ്റംസ് ആയിട്ട് ഒരു സോൾട്ടോ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു മാച്ച് ബോക്സോ തീപ്പെട്ടിയോ, പക്ഷെ അതിനൊക്കെ ഭയങ്കര വാല്യൂ ഉണ്ട്, പക്ഷേ അത് എക്സ്ചേഞ്ച് വാല്യൂ ഇല്ല. therefore there is a high surplus value ഉണ്ട്. thus the consumer surplus is helps in explaining the difference between value in use and value in exchange. then second point, helpful in comparing the gains from the international trade. Consumer surplus helps in assessing the comparing gains from international trade. When we import cheap things from abroad, consumers enjoy surplus since these goods are expensive domestically. The larger this surplus, the more beneficial it to international trade. Then next one is useful to businessmen, particularly in monopolists. സംബന്ധിച്ച് ഇപ്പം നമ്മൾ സാധാരണ സിനിമ തിയേറ്ററിലൊക്കെ ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ ദെൻ റിലീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, ഹയർ ടിക്കറ്റ് ചാർജ് ചെയ്യാറുണ്ട്. ആ ചാർജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ സർപ്ലസ് ഉണ്ട്. കൺസ്യൂമേഴ്സ് എത്ര പൈസ കൊടുത്ത് വേണമെങ്കിലും അത് കാണാനായിട്ട് തയ്യാറാണ്. അവിടെ കൺസ്യൂമേഴ്സ് സർപ്ലസിനാണ്. അവർ പൊട്ടൻഷ്യൽ പ്രൈസ് എന്ന് പറയുന്നത് അവർ കൊടുക്കാൻ വില്ലിങ് ആണ്. ആക്ച്വൽ പ്രൈസിനേക്കാളും കൂടുതൽ അവർ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ യൂസ്ഫുൾ ടു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം, അവർ മൊണോപ്പൊളിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് മാക്സിമം ക്യാപ്ചർ ചെയ്യാം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും നന്നായിട്ട് അത് മുതലാക്കാം എന്ന് പറയണു. അവർ 100 രൂപയുടെ പ്രൊഡക്റ്റ് അവർ 500 രൂപയ്ക്ക് പോലും വാങ്ങാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ പ്രൊഡക്റ്റ് ബിസിനസ്മാൻ ശരിക്കും യൂസ് ചെയ്യും. അതാണ് പറയുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് കൺസ്യൂമർ സർപ്ലസ് ഹാസ് ഗ്രേറ്റ് പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് ഇൻ ദ പ്രൈസിംഗ്. ബിസിനസ്മാൻ ക്യാൻ ചാർജ് ഹയർ പ്രൈസ് ഫോർ ഗുഡ്സ് വിത്ത് കൺസ്യൂമർ സർപ്ലസ്. Movie theaters charging higher ticket rate in the initial days of release of the popular movie is an example. That is, monopolists charge high price for goods with high consumer surplus. High price charging with a high consumer surplus ഉള്ള പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള high price charge ചെയ്യും. The next point is helps in comparing locational advantage. And then consumer surplus prove useful when we compare the advantages of living in two different places. A place where there are greater amenities available in cheaper rate will be better to live. That is, in the case places the consumer enjoy large consumer surplus. Thus the principle of consumer surplus indicate the advantages of environment and opportunities. Helps in comparing the locational advantage. Then last point is application in public finance. That is, the concept has a great practical importance to the government. Government സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള ടോപ്പിക്കാണ്. particularly the taxation. അതായത് തീർച്ചയായിട്ടും കൺസ്യൂമർ സർപ്ലസ് കൂടുതലുള്ള പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ദെൻ അവിടെ ടാക്സേഷൻ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഈവൻ ദ ഗവൺമെൻറ് ക്യാൻ ഇമ്പോസ് ഹയർ ടാക്സസ് ഓൺ ഗുഡ്സ് വിത്ത് ഹയർ കൺസ്യൂമർ സർപ്ലസ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ 200 രൂപ പോലും കൊടുക്കാൻ തയ്യാറാണ്, പക്ഷേ പ്രൊഡക്റ്റിൻ്റെ വില 100 രൂപ മാത്രമേ ഉള്ളൂ. അത്തരം സിറ്റുവേഷൻസിലെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൺസ്യൂമർക്ക് കിട്ടുന്നൊരു സർപ്ലസ് വാല്യൂ ഉണ്ട്. ആ സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് 200 മൈനസ് 100. അപ്പോൾ 100 രൂപ അവർക്ക് കൊടുക്കാവുന്ന സർപ്ലസ് ആണ്. ആ കൺസ്യൂമർ സർപ്ലസ് ദെൻ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് ചെയ്യാം, അത്തരം കമ്മോഡിറ്റീസിൻ്റെ മേലെ ടു ഇമ്പോസ് ഹയർ ടാക്സസ്.
അത്തരം കമ്മോഡിറ്റീസിൽ ഹൈ ടാക്സ് ചാർജ് ചെയ്ത് ആ കൺസ്യൂമർ സർപ്ലസ് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക് കൂടിയാണ്. ദ കോൺസെപ്റ്റ് ഹാസ് എ ഗ്രേറ്റ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് ടു ഗവൺമെൻറ്, particularly in taxation. Government can impose high taxes on goods with a high consumer surplus. Even if taxes raise the price of the such goods, demand will not decline. Government will succeed in raising revenue. Finance ministers have to compare the loss of consumer surplus and the increase in tax revenue. A tax is justified when the loss in consumer surplus is less than the increase in tax revenue. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് കൺസ്യൂമർ സർപ്ലസ്. അതിൻ്റെ ഗ്രാഫിക്കൽ നമ്മളവിടെ പറയുന്നത് കൺസ്യൂമർ സർപ്ലസ് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. ദാറ്റ് ഈസ് അതിൻ്റെ ടേബിൾ പ്രസൻറ്റേഷനിലൂടെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ അതിൻ്റെ ആക്ച്വൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ദെൻ OA PQ എന്നൊക്കെ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ദ ടോട്ടൽ യൂട്ടിലിറ്റി. ORPQ എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ ARP എന്ന് പറയുന്ന ഏരിയയാണ് കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ. ഇനി നമ്മളതിൻ്റെ ക്രിറ്റിസിസം പറഞ്ഞു, അതേസമയം തന്നെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് കൂടെ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ദെൻ ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്, മാക്സിമം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന പോയിൻ്റാണ്. കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം, ഫ്രീ ഗുഡ്സ്, എക്കണോമിക് ഗുഡ്സ് ആൻഡ് എക്കണോമിക് ഗുഡ്സ് മേ ബി 2 or more ഗുഡ്സ് അങ്ങനെയാണെങ്കിൽ. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മൾ കൺസ്യൂമർ സർപ്ലസിനെ കുറിച്ച് പറഞ്ഞു. നെക്സ്റ്റ് കൺസ്യൂമർ സർപ്ലസ് പറഞ്ഞു. കൺസ്യൂമർ സർപ്ലസിലെ പ്രാക്ടിക്കൽ അസംഷൻസ് ഓഫ് കൺസ്യൂമർ സർപ്ലസ്, എക്സ്പ്ലനേഷൻ, ദെൻ അതിൻ്റെ ഡയഗ്രമാറ്റിക് പ്രസൻറ്റേഷൻ, ക്രിറ്റിസിസം ആൻഡ് പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ സിലബസ്, നമ്മുടെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, താങ്ക് യു.